എത്തിയിട്ടുണ്ട്. ശരിക്കും ഒരു ഗപ്പി ഫാം അല്ല, ഗപ്പിയുടെ ഒരു ഫാക്ടറി തന്നെ പറയാം. അത്രയും നമുക്ക് നോക്കാത്ത ആ ദൂരത്ത് നമ്മുടെ വലിയ വലിയ ടാങ്കിൽ ഇവിടെ ഗപ്പികൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചില്ലറ വിൽപ്പന അല്ല, ചില്ലറായിട്ട് കൊടുക്കുന്നില്ല, അതായത് പെയറായിട്ട് കൊടുക്കുന്നില്ല, മൊത്തമായിട്ടാണ്. അപ്പോൾ 100 പീസ്, 200 പീസ്, 1000 പീസ് അങ്ങനെയാണ് ഈ ഒരു ഫാമിലുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും വലിയ ടാങ്കൊക്കെ ഇവിടെ സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഗപ്പികളെ ഒരു ഫാം ഇത്രയും വലിയ വെറൈറ്റി ആയിട്ട് കാണുന്നത്. അപ്പോൾ ടാങ്ക് തന്നെ ഒരു 1.5 ടാങ്കാണ് നമ്മൾ ഈ ബാക്കിൽ കാണുന്നത്. ഒരുപാട് കാലം ലൈഫ് തരുന്ന ഒരു ടാങ്കാണ്. അപ്പോൾ ഇവിടെ നമ്മളത് പറഞ്ഞത് ഇവിടെ വന്ന് സെയിലും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. മെയിനായിട്ട് ഫുള്ള് കൊറിയറും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്, ഫാം വിസിറ്റിംഗ് ഒന്നും ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ മൊത്തമായിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെ അതിന്റെ മാർക്കറ്റ് റേഞ്ച് ഒക്കെ വരിക? നമുക്കിവിടെ 16 രൂപ മുതൽ ഒരു 35 റുപ്പീസ് വരെയാണ് ഞങ്ങളിപ്പോ ഓരോ വെറൈറ്റിക്ക് നിങ്ങൾ ഡിഫറെന്റ് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത്. അതിൽ ഈ 16 രൂപ എന്ന് പറയുന്നതിൽ ചില സമയങ്ങളിൽ ഞങ്ങൾ 10 രൂപയ്ക്ക് ഞങ്ങൾ ടാങ്ക് ക്ലിയർ ചെയ്യുന്ന സമയത്ത്, അതായത് ചെറിയ ഒരു വലിപ്പ വ്യത്യാസം, ഞങ്ങൾ ചെറിയ 2 മാസം മുതൽ ഒരു 3 മാസത്തിന്റെ ഇടയിൽ ഞങ്ങൾ സെയിൽ ചെയ്യും. അതാണ് ഞങ്ങളുടെ ഒരു പ്രത്യേകത വരുന്നത്. അതിൽ കൂടെ ഞങ്ങൾ കീപ്പ് ചെയ്യത്തില്ല, മാക്സിമം പോയി ഒരു 3 months. അപ്പൊ അതിന് മുന്നേ ഞങ്ങൾക്ക് ആ ഒരു ടൈം ആവുന്ന സമയത്തേക്ക് ഇൻ കേസ് കുറച്ച് സ്റ്റോക്ക് വരികയോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വലിപ്പത്തിൽ വ്യത്യാസം കുറവോ അല്ലെങ്കിൽ നോക്കാൻ പോകുന്നത് നമ്മൾ ഫുൾ റെഡിന് നോക്കാം. കളക്ഷൻ കുറെ ഉണ്ടല്ലോ. എത്ര അങ്ങനത്തെ ബേസിൽ ചെയ്യണ്ടേ? ഇത് ബേസിലല്ലേ ടാങ്ക്? എത്ര ടാങ്ക് ചെയ്യണ്ടേ? നമുക്ക് ഒരു ടാങ്ക് എന്ന് പറയുന്നത് 1.5 ടൺ കപ്പാസിറ്റി ആണ്. 1.5 ടൺ വെയിറ്റ്. നമുക്ക് ഏകദേശം 1200 ലിറ്റർ വെള്ളം നമ്മൾ ഒരു ടാങ്കിൽ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു ടാങ്കിലേക്ക് നമ്മൾ അടുത്ത് നോക്കുന്നത് ഏതാണ്? ഫുൾ ബ്ലാക്ക്. അതിന്റെ ബ്രൂഡ് സെറ്റ് ആക്കിയതാണ് അല്ലേ? അതിന്റെ ബ്രീഡിംഗ് കേജ് ആണ് ഇപ്പൊ ഇത്. ബ്രീഡിംഗ് കേജിന്റെ വലിയൊരു ടാങ്കാണ് ഫുൾ ബ്ലാക്ക്. ഒരു ബ്രീഡിംഗ് കേജിലേക്ക് നമ്മൾ ഇത് കാണുന്നത് റെഡ് ഡ്രാഗൺ ആണ് അല്ലേ? ഓക്കെ. ഓ, നല്ല കളർഫുൾ ആണുള്ളത്. അടിപൊളി. ഇതൊക്കെ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ടാവും അല്ലേ? ഇത് നമ്മളെ വൈറ്റ് ടെക്സിഡോ, പഴയ മോഡൽ അല്ലേ? അതെ, അടിപൊളി. പഴയ സ്റ്റൈൻ ഇപ്പൊ ഇവിടെ കീപ്പ് ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ. പിന്നെ ഇവിടെ ചെയ്യണേ അവിടെയും വൈറ്റ് ടെക്സിഡോ ഉണ്ട് അല്ലേ? ഓ, ഇതിൽ കുറെ ഉണ്ടല്ലോ. ഓക്കെ. ഇത് കാണുന്നത് പാണ്ടോരന്റെ വൈറ്റ് മൊസൈക്ക്. പാണ്ടോര വൈറ്റ് മൊസൈക്ക്. ഓക്കെ. മൊസൈക്ക് ടൈപ്പ് ടൈൽ അല്ലേ? ഡെൽറ്റ ടൈൽ വരുന്നത്. ഇത് ടോപ്പസ് ബ്ലൂ. ഓ, നമ്മളിപ്പോ കാണുന്നത് ചെറിയ സൈസ് അല്ലേ ഉള്ളത്, ഗ്ലാസ് എടുത്തത്? ഓക്കെ. ഇതില് വേറെ കളർ ഇറങ്ങുന്നുണ്ടോ? എങ്ങനെ വേറെ കളർ? ഈ ബ്ലൂ. ഇത് യെല്ലോ ടൈഗർ. ഓക്കെ. അതിന്റെ പ്രിന്റ് ആണ് അതിന്റെ മെയിൻ ഹൈലൈറ്റ് അല്ലേ? വേറെ സ്ഥലത്തുണ്ട് ചെയ്യുന്നത്? ഇവിടെ ഉണ്ട് അല്ലേ? അതിൽ കുറെ ഉണ്ടല്ലോ. ഒരു 1.5 മാസം